വിശദമായ വാർത്തകളിലേക്കാണ്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടി പോലീസ്. എസ്എഫ്ഐയുടെ നേതാവും യൂണിയൻ സെക്രട്ടറി അടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോളി ആഘോഷത്തിന്റെ പേരിൽ ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ മിന്നൽ പരിശോധന. കളമശ്ശേരി പോളിടെക്നിക് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗവും വിൽപ്പനയും നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി കോളേജ് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം കോളേജിന് മുന്നിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥിയെ കഞ്ചാവുമായി പോലീസ് പിടികൂടിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പോലീസിന്റെ മിന്നൽ പരിശോധന. വ്യാഴം രാത്രി 9 മണിയോടെയാണ് നർക്കോട്ടിക് സെൽ, ഡാൻസ് ഓഫ്, കളമശ്ശേരി പോലീസ് എന്നിവയുടെ നേതൃത്വത്തിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ റെയ്ഡ് ആരംഭിച്ചത്. പുലർച്ചെ 4 മണി വരെ നീണ്ട റെയ്ഡിൽ 2 കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത്. ഒന്നാം നിലയിൽ G11 മുറിയിൽ നിന്ന് 1.909 കിലോഗ്രാം കഞ്ചാവും ഇലക്ട്രോണിക് ത്രാസും പിടിച്ചെടുത്തു. രണ്ടാം നിലയിലെ F39 മുറിയിൽ നിന്ന് 9.70 ഗ്രാം കഞ്ചാവും പിടിച്ചു. മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി ആകാശിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്താൻ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുമെന്ന് പോലീസ് വ്യക്തമാക്കി. ആകാശിന് പുറമെ അഭിരാജ്, ആദിത്യൻ എന്നിവരെ അറസ്റ്റ് ചെയ്തെങ്കിലും ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നു. ഇവരെ വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. കൊച്ചി കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ എസ്എഫ്ഐ നേതാവ് അഭിരാജിനെ തള്ളി എസ്എഫ്ഐ സംസ്ഥാന നേതൃത്വം. റൂമിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയതിൽ ജാഗ്രത കുറവുണ്ടായെന്ന് സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. എസ്എഫ്ഐ നേതാക്കളുടെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കരുത്. 2 കിലോ കഞ്ചാവ് പിടികൂടിയ KSUക്കാരെ കുറിച്ച് ചർച്ചയില്ല. അഭിരാജിന്റെ ഭാഗം കൂടി കേട്ട ശേഷം നടപടിയെടുക്കുമെന്നും സഞ്ജീവ് പറഞ്ഞു. ഈ 2 കിലോ കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഇതിനെ തുലനം ചെയ്യാനാണ്, അല്ലായെങ്കിൽ ഇതിന്റെ പൂർണ്ണമായും ഉത്തരവാദിത്തം SFI ആണ് എന്ന് വരുത്തി തീർക്കാനാണ് കേരളത്തിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ശ്രദ്ധിച്ചിട്ടുള്ളത്. KSU പ്രവർത്തകന്റെ കയ്യിൽ നിന്ന് പിടികൂടിയ 2 കിലോ, അതിനെക്കുറിച്ച് നിങ്ങൾ KSUക്കാരോട് ചോദിച്ചാൽ ആരുടെ കയ്യിലും പിടിക്കട്ടെ. പിടിക്കപ്പെട്ടത് ആരുടെ കയ്യിൽ നിന്നല്ല, പിടിക്കപ്പെട്ടത് KSUവിന്റെ നേതാവായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് 2 കിലോ, SFIയുടെ പ്രവർത്തകൻ ആയിട്ടുള്ള ആളുടെ റൂമിൽ നിന്ന് 90 ഗ്രാം. ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ ഇതിന് കാണാൻ കഴിയും. പക്ഷെ അതിൽ ഞങ്ങൾ കാണുന്നൊരു ജാഗ്രത കുറവുണ്ട്. ആ ജാഗ്രത കുറവ് എന്ന് പറയുന്നത് ആ റൂമിൽ നിന്നാണ് ഇത് പിടിച്ചത്. പോലീസ് ഉൾപ്പെടെ അത് സ്ഥിരീകരിച്ചു. അതുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന നിലയിലേക്കൊന്നും ഞങ്ങളത് കടക്കുന്നില്ല. പക്ഷേ അതിൽ വന്നിട്ടുള്ള ജാഗ്രത കുറവിനെ അതുപോലെ കാണുന്നു. അറിവുണ്ടെങ്കിലും ക്യാമ്പസിൽ ഇതുമായി ബന്ധപ്പെട്ട SFI പ്രവർത്തകരുടെ അറിവിൽ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിൽ പെടുത്തിയതാണെന്നുള്ള അദ്ദേഹത്തിന്റെ ഭാഗം നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കും. അതിനെ തുടർന്നായിരിക്കും അതിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുക. താൻ ലഹരി ഇടപാട് നടത്തുന്ന ആളല്ലെന്ന് കഞ്ചാവ് കേസിൽ പോലീസ് പിടികൂടി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജ്. തന്നെ പോലീസും മറ്റു ചിലരും ചേർന്ന് കുടുക്കിയതാണെന്നും അഭിരാജ് പറഞ്ഞു. അതിന്റെ റൂമിലെ കൂടുതൽ ആൾക്കാരുള്ള അതിന്റെ റൂമിലോട്ട് എന്നെ വിളിച്ചോണ്ട് പോയി. ഇവിടെ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഇത് നിന്റെ റൂമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ റൂമല്ല സാറേ, എന്റെ റൂം മേളില. ഞാൻ പറഞ്ഞു സാറേ ഞാൻ യൂണിയനുള്ള നാളെ കോളേജിൽ പരിപാടിയൊക്കെ ഉള്ള യൂണിയനാണ് ഞങ്ങൾക്ക് എന്താ വേണം, ഈ യൂണിയനാണ് വലുത് പോലീസുകാരാണ് വലുത്. അങ്ങനെയൊക്കെ കുറെ എൻ്റെ അടുത്ത് പോലീസുകാർ ഞാൻ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് ഞാൻ ഇത് രക്ഷപ്പെടാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ SFI എന്ന് പറഞ്ഞോളം തൊട്ട് പുള്ളിക്ക് എൻ്റെ അടുത്തൊരു ദേഷ്യവും നീ എന്നെ എന്തോ ചെയ്യും, നീ വലിയ യൂണിയൻ മെമ്പറാണോ, നീ വലിയ യൂണിറ്റ് അങ്ങനത്തെ ഒരു സ്വരത്തിലാണ് പുള്ളി എൻ്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങുന്നത്. ആദ്യം തൊട്ട് തന്നെ നിന്നെ കണ്ടാൽ പറയല്ലോ നീ ലഹരി ഉപയോഗിക്കുന്നത്, അങ്ങനെ തന്നെ പറയുന്നത്.